ഹായ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഓ ഇത് ഒരുപാട് സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ അമ്മി. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമുക്കൊരു ജേർണൽ ചെയ്യാം. അപ്പം എന്താണ് നമ്മൾ ഗ്രീൻ കളർ ജേർണലൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് കവാ സ്റ്റിക്കറും കൊണ്ടൊക്കെ ജേർണൽ കിറ്റ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞി ബുക്കിൽ ഞാൻ ചെയ്ത രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അമ്മ ചെയ്തു വെച്ചിട്ടുള്ള ജേർണൽ പ്ലാനറ്റ് ബിലോങ്സ് ടു ഇശൽ നാസിനീൻ. വേറെ ഒരു നാസിനീൻ ഉണ്ട് കേട്ടോ അവിടെ. ആ നാസിനീൻ ഇവിടെ എന്തോ വരച്ചോണ്ടിരിക്കുകയാണ്. ഞാനിത് എന്താണ് ക്രിസ്മസിന്റെ ടൈമിന് ചെയ്തായിരുന്നു അല്ലേ? പിന്നെ ചെയ്തത് കാണിച്ചത് അതാ Believe in the magic Christmas. പിന്നെ ഞാൻ ഒരു 2026 ന്യൂ ഇയറിൻ്റെത് കുറേ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, അതാണ് രസം. പിന്നെ ഇതൊക്കെ ഫുൾ കവായ് സ്റ്റിക്കറാണ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ എന്താണ് ആമി ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. ഇഷ്ടം പോലെ കവായ് സ്റ്റിക്കർ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്തും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓ ഇത് കുറെ ആനിമൽസ് ആണ് കേട്ടോ. ആനിമൽസ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളെ സ്റ്റാമ്പാണോ? അത് സ്റ്റാമ്പല്ല, സ്റ്റാമ്പ് പോലത്തെ സ്റ്റിക്കറാണ്. ഓ ഓ ഓ സ്റ്റാമ്പിന്റെ അതേപോലെ ഉണ്ടല്ലേ കാണാൻ? സ്റ്റാമ്പിന്റെ സ്റ്റിക്കർ. ഓ അങ്ങനെ. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്തിനാ യൂസ് ചെയ്യുന്ന? എന്തെങ്കിലും ഇത് ചെയ്യുന്നതിനാണ്? ഞാനിത് ഇങ്ങനത്തെ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ പ്രൊജക്റ്റിന് വേണ്ടി എടുത്തു വെച്ചേക്കാണ്. പക്ഷെ എപ്പോഴും എടുക്കും. പിന്നെ ഇങ്ങനത്തെ ഒക്കെയാണ് ഞാൻ ഒട്ടിക്കല്. ഇതാണ് നീ ജേർണൽ ചെയ്യാൻ. ഈ പിങ്ക് കളർ നമുക്ക് ചൂസ് ചെയ്യണം, കാരണം ഇന്ന് നമ്മൾ ഫുള്ള് പിങ്ക് ആണ്. ഇന്നത്തെ തീമും പിങ്ക് ആണ്. അപ്പൊ നമ്മൾ പിങ്കിന് വേണ്ടിയിട്ടുള്ള സ്കെച്ചുകൾ ഉണ്ടാവും. നോക്കാം. യെസ്, അതാണ് ഞാൻ എടുത്ത് വെക്കാം നമുക്ക്. അതിന് മുന്നേ നമുക്ക് കുറച്ച് പിങ്ക് കളർ സ്റ്റിക്കേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പിങ്ക് ക്ലൗഡ് ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പലതും പല മോഡലാണ് അല്ലേ, പല തീമാണ് അല്ലേ? ഓക്കെ, ഇതുണ്ട്, കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇതൊക്കെ ജേർണലിന്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നമ്മളെ ജേർണൽ കിറ്റ് നിന്ന് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഡോണറ്റ് നിന്ന് തുടങ്ങാം. പിങ്ക് ഡോണറ്റ്. രണ്ട് പിങ്ക് ഡോണറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടും വേറൊരു രീതിയിലാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. ആൻഡ് ഇനി ഒരു മെറൂൺ അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് കളറിലെ ഡിഫറെൻറ്റ് പിങ്ക്സ് ആണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോട്ട്സ് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പിങ്ക് എന്ന് എഴുതാനാണ്. ജസ്റ്റ് വെറും പിങ്ക് എന്നല്ലേ? അടിപൊളി പിങ്ക് ആണ്. ജേർണൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതേപോലത്തെ കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം അല്ലേ? സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ആമി ഇവിടെ പിങ്ക് എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിങ്ക് കഴിഞ്ഞു. നമ്മൾ പിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പിങ്കിന് കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ വെറൈറ്റി ആക്കാൻ വേണ്ടി പിന്നെ നൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ചെരിഞ്ഞൊരു രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിലുള്ള ക്യാപ്ഷൻസാ? ക്യാപ്ഷൻസ് എന്തും പറയാം. നമ്മൾ എന്നിട്ട് ഇതേപോലെ ഒരു ബോർഡ് ഉണ്ടാവില്ലേ, നൈസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ ഞാൻ നൈസ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പിങ്ക് എഴുതിയതാന്ന് തോന്നൂല കേട്ടോ, ശരിക്കും അല്ലേ? ഓ ഭംഗിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. എന്നിട്ട് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡോട്ടായി കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ ഒരു ഷോപ്പാണ്, പിങ്ക് കളറ് ഷോപ്പിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഈ പിങ്ക് കളർ ഷോപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പാണ്ടേ ആൾക്കാരിൽ നിന്ന് ഈ ഫുഡ് എടുക്കുന്നതും കഴിക്കുന്നതും ഇവരൊക്കെ നമുക്ക് എടുക്കണം. പിന്നെ ഫുഡ് ഷോപ്പിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇനി പെൻസിൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഇവിടെ ഒരു കുഞ്ഞ് ഷോപ്പ് ഇവിടെ വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. നമ്മളിവിടെ ഒരു ചെറിയ കുഞ്ഞ് ഷോപ്പിൻ്റെ ഒരു സൈസൊക്കെ വരച്ച് പിന്നെ ഇവിടെ ഫുഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫുഡ്സ് ആണല്ലോ, എന്താണ് ഫുഡ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ ജേർണലാണ് ചെയ്യണം അല്ലേ? നമ്മൾ ഫുഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, എസ് ആണ് ഫുഡ്സ് എന്ന് എഴുതിയിട്ട് ഉണ്ട്. ഇനി പിങ്ക് കളറ്
പിങ്ക് ആണ് നമ്മളുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് സ്റ്റിക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം അല്ലേ? ഡിസൈൻ ചെയ്ത് എന്താണോ തീം അല്ലേ അതിനനുസരിച്ച്. അപ്പം അങ്ങനെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മളുടെ അതുള്ളത്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ടേബിളും കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഇനി വരയ്ക്കണം. അപ്പം അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ആൾക്കാരല്ല പാണ്ടേനൊക്കെ എടുക്കാൻ വേണ്ടി പാണ്ടേനെ എടുക്കാൻ പോവാണ്. 2 സിസ്റ്റേഴ്സാണ് കേട്ടോ. ഓ ഇതാണ് പാണ്ടേൻ്റെ അല്ലേ? ഇതാണ് 2 സിസ്റ്റേഴ്സാണ് ഈ കട നടത്തുന്നത് കേട്ടോ. ആരാണ്? ഇവിടെ 2 പാണ്ടക്കുട്ടന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം ഒറ്റ ഒരാൾ തന്നെ നടത്തുന്ന ഷോപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മളിവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാണ്. സ്റ്റിക്കറാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. സ്റ്റിക്കർ വെച്ചിട്ടുള്ള ജേണലാണ് അല്ലേ? അതെ. അങ്ങനെ നമ്മളിവിടെ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഒരു പാണ്ടക്കുട്ടി എന്താണ് ഈ ഷോപ്പിലോട്ട് വരികയാണ്. ഓ ഐസ്ക്രീം, അപ്പോൾ എനിക്ക് ഇനി വാങ്ങണം എന്നുള്ള രീതിയിൽ വരികയാണ്. ഐസ്ക്രീമിൻ്റെ ഷോപ്പാണ് അതല്ലേ? യാ ഓക്കെ. അങ്ങനെ നമ്മൾ പാണ്ടേനെയും ഐസ്ക്രീം, പിന്നെ ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ട് VIP ഒക്കെ കഴിക്കാൻ പറ്റുന്ന. യാ പിന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫലൂദ. ഇത് പിന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബണ്ണിക്കുട്ടൻ ഇങ്ങനെ വരികയാണ്. അപ്പം അത് 1 ഐസ്ക്രീം പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പാപ്പു ആയിരിക്കും അല്ലേ? 1 ഐസ്ക്രീം പ്ലീസ് എന്ന് പറഞ്ഞ. അമ്മേ എന്താ പറഞ്ഞത്? ആൻഡ് ഈ ഒരു സ്റ്റിക്കറിൽ ഈ ഒരു സാധനത്തിനെ കണ്ടോ, ഈ ഒരു മാർക്കിംഗ് പോലത്തെ. അപ്പം ഇത് നമ്മളിവിടെ വെച്ചാൽ ഐസ്ക്രീമിലോട്ട് വരുന്ന ഒരു സംഭവം പോലെ മാർക്കിങ് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ കാണൂലേ, എന്താണ് ബാംബു വില്ലേജിലോട്ട് പോകുന്നത്, ആ ഒരു ഏരിയ കാണിക്കുന്നതൊക്കെ അല്ലേ? അപ്പം അത് നമ്മൾ എടുക്കുക. നമ്മളൊരു കുഞ്ഞു ടേബിൾ ഇവിടെ ലൈറ്റ് പിങ്ക് കളറും കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇനി ഒരു ചെയർ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ കുറച്ച് വലിയ ചെയർ അങ്ങനെ നമ്മളെ പിങ്ക് ഷോപ്പ് അല്ലെങ്കിൽ പിങ്ക് ജേർണൽ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിങ്ക് 2 ഡോണറ്റ്, കുറച്ച് പിങ്ക് കളർ, ബ്ലൂ കളർ ഫ്ലവേഴ്സ്, 2 ബോ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒരാൾ വരുന്നുണ്ട് 1 ഐസ്ക്രീം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരാൾ റോക്കറ്റിൽ പോകുന്നുണ്ട് ബായ് എന്താണ് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇവിടെ ഒരു എന്താണ് എന്തോ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു സോംബി വരെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാൾ വരുമ്പോൾ അവരുടെ കയ്യിൽ ഈ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, പൈസയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. പിന്നെ ഇവർ സ്റ്റാർ വെച്ച് കൊടുക്കുകയാണ്, ഇത്രയും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവർ ഫുഡ് സ്റ്റോറി തന്നെ ആമി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റോറിയാണ്. അപ്പൊ പാപ്പു വരച്ചതും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെ. അപ്പൊ ആമീന്റെ ജേർണൽ ഇതാണ്. പാപ്പു കാണിച്ചു തരണം. അപ്പൊ ഇത്രയാണ് ആമി ചെയ്തിട്ടുള്ളത്. കുഞ്ഞു സ്റ്റോറി തന്നെ ഇതിലുള്ള പോലെയാണ്. അതെ, ആമി ഒരു കുഞ്ഞു സ്റ്റോറി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാപ്പുന് ഇഷ്ടപ്പെട്ടോ ദീദി ചെയ്തത്? നോക്കട്ടെ, ഇങ്ങോട്ട് വന്നേ കണ്ടേ. പാപ്പുന്റെ കൂടെ കാണിച്ചു തന്നെ. പാപ്പു ചെയ്തിട്ടുള്ള ജേർണലാണ് കേട്ടോ അത്. അവള് വരച്ചതാണേ. ഓക്കെ, അടിപൊളി. ഇതെന്താ മിനി കൂപ്പറ? അങ്ങനെ എന്തോ കട്ട് ചെയ്ത പോലെ അങ്ങനെയൊക്കെ പാപ്പും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. ജേർണലിന്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ ഇനി പുതിയ നല്ല ജേർണൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതേപോലത്തെ ജേർണലിങ്ങും ക്രോഷ്യേഴ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ എങ്ങനത്തെ ക്രോഷ്യ വേണമെന്നും കമന്റ് ചെയ്യുക. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.